സംസ്ഥാനത്ത് നിന്ന് നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 സർവകലാശാല ബില്ലുകൾ വരികയാണ്. ആദ്യത്തെ ബില്ല് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ്. ഞങ്ങൾ തത്വത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നതിനെതിരല്ല. പക്ഷേ ഈ ബില്ല് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലവിലിരിക്കുന്ന പ്രശ്നങ്ങളെ, അത് നേരിടുന്ന ഗൗരവതരമായ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ളൊരു ബില്ലല്ല. മാത്രമല്ല, തട്ടിക്കൂട്ടി തയ്യാറാക്കിയൊരു ബില്ലാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇന്ന് നേരിടുന്നത് 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഒന്ന് ബ്രെയിൻ ഡ്രെയിനാണ്, കുട്ടികൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. 2, സർക്കാർ കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും അൺഎയ്ഡഡ് കോളേജുകളിലും വിദ്യാർത്ഥികൾ ഗൗരവതരമായി കുറഞ്ഞു വരികയാണ്. നിരവധി അൺഎയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകൾ പൂട്ടി. എയ്ഡഡ് കോളേജുകളിലും ഗവൺമെൻറ് കോളേജുകളിലും പ്രധാനപ്പെട്ട കോഴ്സുകളിൽ പോലും വിദ്യാർത്ഥികൾ ഇല്ലാത്ത സ്ഥിതിയിലാണ്. ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ വന്ന് അതിൽ 40% വിദ്യാർത്ഥികൾക്ക്, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് സംവരണം കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം പോലും നമ്മുടെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള ഒരു പഠനവും നടത്തിയിട്ടില്ല. മാത്രമല്ല, ആർക്കാണ് ഇത് കൊടുക്കാൻ പറ്റുന്നത്? ആർക്കും കൊടുക്കാമെന്നുള്ള രീതി ശരിയല്ല. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി വർഷക്കാലമായി പ്രവർത്തിക്കുന്ന വിശ്വാസ്യതയുള്ള കോർപ്പറേറ്റ് ഏജൻസികളുണ്ട്. അവർക്കൊരു പരിഗണന കൊടുക്കണ്ടേ? സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുമ്പോൾ അക്കാഡമിക് രംഗത്തും ഭരണരംഗത്തും ഒരുപാട് മികവ് തെളിയിച്ചിട്ടുള്ള, പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള നിരവധി കോർപ്പറേറ്റ് ഏജൻസികൾ കേരളത്തിൽ, കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസികൾ കേരളത്തിലുണ്ട്. അപ്പോൾ അവർക്കൊരു മുൻഗണന കൊടുക്കണം. കാരണം യാതൊരു അക്കാഡമിക് പാരമ്പര്യവും ഇല്ലാത്ത, യാതൊരു മുൻ പാരമ്പര്യങ്ങളും അക്കാഡമിക് രംഗത്തില്ലാത്ത സ്ഥാപനങ്ങൾക്ക് നിബന്ധനകൾ കൂടാതെ സ്വകാര്യ സർവകലാശാലകൾ കൊടുക്കുന്നതിന് മുൻപായി കേരളത്തിൽ ഈ രംഗത്ത് മികവ് തെളിയിച്ചിട്ടുള്ള സ്വകാര്യ സർവകലാശാലകൾക്ക് അംഗീകാരം കൊടുക്കണം. മാത്രമല്ല, കേരളത്തിലെ പൊതു സർവകലാശാലകളിൽ വിദേശത്ത് പുറത്തോ എവിടെയെങ്കിലും ക്യാമ്പസ് തുടങ്ങുന്നതിനുള്ള അനുവാദമില്ല. എന്നാൽ പുതിയതായി വരുന്ന സ്വകാര്യ സർവകലാശാലകൾക്ക് പുറത്ത് വിദേശത്ത് ക്യാമ്പസ് തുടങ്ങുന്നതിനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് കേരളത്തിൽ നിലവിലുള്ള പൊതു സർവകലാശാലകളെ തകർക്കുന്നതിന് കാരണമാകുമോ തുടങ്ങിയ ഗൗരവതരമായ വിഷയങ്ങൾ. പിന്നെ ഫീസ് സംബന്ധിച്ച് ഫീസ് അവർ തന്നെയാണ് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ക്ലോസ് 11(6) അനുസരിച്ചിട്ട് ഫീസും മറ്റ് ചാർജുകളും നിശ്ചയിക്കുകയും ആവശ്യപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് വരുന്ന സർവകലാശാലകളാണ്. സർക്കാരിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും അതിൻ്റെ മീതെ ഇല്ല എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്. ഞാനൊരു ആക്ഷേപം ഉന്നയിച്ചത്, ഇതൊരു ആലോചന കൂടെ ഇല്ലാതെ ശരിക്കും വായിച്ചു പോലും നോക്കാതെ തയ്യാറാക്കിയൊരു ബില്ലാണെന്നുള്ളതിൻ്റെ ഉദാഹരണം പറയാം. ക്ലോസ് 12 പ്രവേശനം, അഡ്മിഷൻ. എല്ലാ സർവകലാശാലയും അതത് സംഗതി പോലെ ഈ ആക്ടിലെയും ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടുകളിലെയും വ്യവസ്ഥകൾക്കും UGCയുടെയും മറ്റ് റെഗുലേറ്ററി ബോഡികളുടെയും റെഗുലേഷനുകൾക്കും വിധേയമായി എല്ലാ വ്യക്തികൾക്കും പ്രവേശനം നൽകേണ്ടതാണ്. ഓക്കെ. അടുത്തത് അവിടുത്തെ പ്രൊവൈസോ എന്താണ്? എന്നാൽ നിർണയിക്കപ്പെട്ട അക്കാഡമിക് യോഗ്യതയോ നിലവാരമോ ഇല്ലാത്ത ഏതെങ്കിലും വ്യക്തിയെ ഏതെങ്കിലും പഠന കോഴ്സിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനോ, ഒരു നിലവാരം ഇല്ലാതെ, ഒരു അക്കാഡമിക് യോഗ്യതയില്ലാത്ത ഒരാളെ ഒരു പഠന കോഴ്സിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനോ, 2, ബിരുദമോ മറ്റ് അക്കാഡമിക് ബഹുമതിയോ നൽകുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ നിലവാരത്തേക്കാൾ അതിനേക്കാൾ താഴ്ന്ന അക്കാഡമിക് റെക്കോർഡുള്ളതോ ആയ ഏതെങ്കിലും വിദ്യാർത്ഥിയെ സർവകലാശാലയുടെ പ്രവേശന പട്ടികയിൽ നിലനിർത്തുന്നതിനോ 1-ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾ ബാധകമായിരിക്കില്ല. മനസ്സിലായേ? ഒരു ക്വാളിറ്റി ഇല്ലാത്തവന് അഡ്മിഷൻ കൊടുക്കാം, അവൻ്റെ അഡ്മിഷൻ നിലനിർത്താം. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടത്? നിങ്ങളെടുത്ത് വായിച്ചു നോക്ക്. 12(1) അഡ്മിഷൻ പറഞ്ഞിട്ട് അതിൽ കുറച്ച് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. എന്നാൽ ആ 1 ബാധകമല്ലെന്ന്. ആർക്കൊക്കെയാണ്? നിർണയിക്കപ്പെട്ട അക്കാഡമിക് യോഗ്യതയോ നിലവാരമോ ഇല്ലാത്ത ഏതെങ്കിലും വ്യക്തിയെ ഏതെങ്കിലും പഠന കോഴ്സിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് ഒരു തടസ്സമില്ല. 2, ബിരുദമോ മറ്റ് അക്കാഡമിക് ബഹുമതിയോ നൽകുന്നതിന്. ബിരുദം കൊടുക്കണമെങ്കിൽ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ നിലവാരം ഉണ്ടാവില്ല. അതിനേക്കാൾ താഴ്ന്ന അക്കാഡമിക് റെക്കോർഡുള്ളതോ ആയ ഏതെങ്കിലും വിദ്യാർത്ഥിയെ സർവകലാശാലയുടെ പ്രവേശന പട്ടികയിൽ നിലനിർത്തുന്നതിനോ 1-ാം ഉപവകുപ്പ് ബാധകമല്ല, നിർത്താണ്. ഇങ്ങനെ ഏതെങ്കിലും ബില്ല് ഉണ്ടാക്കി വയ്ക്കും. അതുപോലെ നിരവധി തെറ്റുകൾ, അവ്യക്തതകളുടെ കൂടാരമാണ് ഈ ബില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സ്വകാര്യ സർവകലാശാല ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് അയക്കണം.
ഗൗരവതരമായ ചർച്ച നടത്തിയിട്ട് വേണം ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നാണ്. ഇനി സ്വകാര്യ സർവകലാശാലകളെ ശക്തിപ്പെടുത്തുമ്പോൾ പൊതു സർവകലാശാലകളെ ദുർബലപ്പെടുത്തുന്ന സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് മാറ്റുന്ന ബില്ലാണ് 2-3 ബില്ല്, സർവകലാശാല ബില്ലുകൾ. അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തങ്ങൾക്ക് താല്പര്യമില്ലാത്തവർ വി സിമാരാകുമെന്നുള്ള സാധ്യത മുന്നിൽ കണ്ട് വി സിമാരുടെ അധികാരങ്ങൾ, വൈസ് ചാൻസലർമാരുടെ അധികാരങ്ങൾ മുഴുവൻ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. 1. 2, മന്ത്രിക്ക് സർവകലാശാലകൾ പ്രോ ചാൻസലർക്ക് ഇടപെടാനുള്ള അവസരം കൂടി ലഭിക്കുക. അപ്പോൾ ഗവർണറെയും നിയമിക്കുന്ന വി സിമാരെയും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക, നിയമ ഭേദഗതിയിലൂടെ ലക്ഷ്യം വയ്ക്കുകയാണ്. മന്ത്രിക്ക് അധികാരം കൊടുക്കുകയാണ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ യൂണിവേഴ്സിറ്റി ഒരു ഓട്ടോണമസ് ബോഡിയാണ് എന്ന ഒരു കൺസെപ്റ്റ് മാറ്റിക്കൊണ്ട് സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആക്കുകയാണ്. പ്രോ ചാൻസലറായ മന്ത്രിക്ക് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് വിഷയങ്ങളിൽ ഇടപെടാനുള്ള അധികാരം ഉണ്ടാവും. മന്ത്രിക്ക് സെനറ്റ് മീറ്റിങ്ങുകളിലും സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങുകളിൽ അധ്യക്ഷത വഹിക്കാം. ഇതുവരെ വി സിയാണ് അധ്യക്ഷത വഹിച്ചിരുന്നത്, വി സി അങ്ങ് മാറ്റുകയാണ്. അക്കാഡമിക് കാര്യങ്ങളിൽ തീരുമാനം കൊള്ളുന്നത് പുതിയതായി രൂപീകരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. അതിൻ്റെ അധ്യക്ഷൻ PVC ആണ്. അതായത് അക്കാഡമിക് കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വി സിയെ, വൈസ് ചാൻസലറെ ഒഴിവാക്കിയാണ്. പിന്നെ എല്ലാ സിൻഡിക്കേറ്റ് സമിതികൾ അവിടെ ഉണ്ടാകുന്ന തർക്കങ്ങൾ എല്ലാം ട്രൈബ്യൂണലിൽ വിടുകയാണ്. ട്രൈബ്യൂണൽ ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കുന്ന ട്രൈബ്യൂണലാണ്, അതൊന്നും നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. അതുപോലെ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ചെയർമാനെ നിശ്ചയിക്കാനുള്ള അധികാരം വൈസ് ചാൻസലറിൽ നിന്ന് മാറ്റി സിൻഡിക്കേറ്റിന് അധികാരം കേന്ദ്രം കൊടുത്തു. സിൻഡിക്കേറ്റിന്, അതായത് സിലബസ് തയ്യാറാക്കുന്നതിൻ്റെയും പരീക്ഷ നിശ്ചയിക്കുന്നതിൻ്റെയും ചുമതല അറിയാമല്ല, ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ വരുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അക്കാഡമിക് കാര്യത്തിൽ ഒരു സംഭവമില്ല. മന്ത്രിക്ക് സർവകലാശാല മീതെ അധികാരം ലഭിക്കുന്നതോടുകൂടി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സർവകലാശാല തീരുമാനങ്ങളിൽ നേരിട്ട് ഇടപെടാനുള്ള അധികാരം ലഭിക്കുകയാണ്. സർവകലാശാലകളുടെ അക്കാഡമിക് പ്രവർത്തനങ്ങൾ മുഴുവൻ താളം തെറ്റിയാണ്. വൈസ് ചാൻസലർമാരുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കി ദുർബലപ്പെടുത്തി പൊതു സർവകലാശാലകളെ മുഴുവൻ തകർക്കുകയും അതിൻ്റെ ഓട്ടോണമസ് സ്വഭാവം നശിപ്പിക്കുകയും ചെയ്യുന്ന ബില്ലാണ് 2ാമത്തെയും 3ാമത്തെയും ബില്ല്. ഈ ബില്ലിൽ കേരളത്തിലെ പൊതു സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരുടെ അധികാരം ഗൗരവതരമായി വെട്ടിക്കുറയ്ക്കുകയും സ്വകാര്യ സർവകലാശാലയിൽ വൈസ് ചാൻസലറെ കരുത്തനാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പിന്തിരിപ്പൻ നയമാണ്, വിദ്യാഭ്യാസ നയമാണ് ഈ 3 ബില്ലുകളിലൂടെയും സർക്കാർ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് സ്വകാര്യ സർവകലാശാല ബില്ല് സെലക്ട് കമ്മിറ്റിക്കും അയക്കണം, മറ്റ് 2 ബില്ലുകൾ പിൻവലിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കംപ്ലീറ്റ് അക്കാഡമിക് കാര്യങ്ങളിലും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലും മുഴുവൻ വി സിയെ മാറ്റിയാണ്. വി സി ഒരു നോക്കുകൂത്തിയാണ്. വി സിയെക്കാളും കൂടുതൽ അധികാരം വി സി ഇല്ലാത്തപ്പോൾ പ്രവർത്തിക്കുന്ന PVCക്ക് കൊടുക്കുകയാണ്. പ്രോ ചാൻസലറായ മന്ത്രിക്ക്, ചാൻസലറിൽ ഇല്ലാത്തപ്പോഴാണ് പ്രോ ചാൻസലറുടെ റോള്, അതാണ് യൂണിവേഴ്സിറ്റി ആക്ടിൽ. അത് മാറ്റിയിട്ട് പ്രോ ചാൻസലർക്ക്, മന്ത്രിക്ക്, വിദ്യാഭ്യാസ മന്ത്രിക്ക് എല്ലാ കാര്യത്തിലും ഇടപെടാനുള്ള അധികാരം കൊടുക്കുക. അതാണ് പറഞ്ഞത്. നമ്മളെ വർഷങ്ങളായി നിലനിന്നിരുന്ന സർവകലാശാലകളുടെ ഓട്ടോണമസ് സ്വഭാവത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുന്ന ബില്ലാണിത്. അല്ല, ഞങ്ങൾ ആദ്യമേ തൊട്ട് ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ബില്ലല്ല ഞങ്ങൾ കൊണ്ടുവരാൻ നോക്കിയത്. ഇതിപ്പോൾ എന്താണ് നിയന്ത്രണം? സർക്കാരിന് എന്ത് നിയന്ത്രണമാണുള്ളത്? ഫീസ് അവർക്ക് നിശ്ചയിക്കാം, തോന്നിയതുപോലെ ഫീസ് വാങ്ങിക്കാം, എന്തു വേണമെങ്കിലും അവർക്ക് ചെയ്യാം, ആരെ വേണമെങ്കിലും വൈസ് ചാൻസലറായിട്ട് നിയമിക്കാം. വ്യവസായ വാണിജ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ വൈസ് ചാൻസലറാക്കാം. അക്കാഡമിക് യോഗ്യതയില്ല, അയാൾ SLC പാസ്സായിട്ടില്ലെങ്കിലും വൈസ് ചാൻസലറാക്കാം. ആണ് ഇത്. ബില്ല് വായിച്ചു. പിന്നെ ഒരു യോഗ്യതയില്ലാത്തവനെയും വിദ്യാർത്ഥിയാക്കാം. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം വിദ്യാർത്ഥികളായിരിക്കും കേരളത്തിൽ പല പരീക്ഷയും പാസ്സാ. ഇപ്പം നേരത്തെ പലരും PGക്ക് ചേർന്നിരുന്നത് പരീക്ഷ മറ്റേ മാർക്ക് ലിസ്റ്റ് തിരുത്തിയും വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ഡിഗ്രി പാസ്സായില്ലെങ്കിലും PGക്ക് കയറാമല്ലോ. അല്ല, ഈ ബില്ല് ഒരു കാരണവശാലും ഇപ്പോൾ പാസ്സാക്കാൻ പാടില്ല. ഇത് സെലക്ട് കമ്മിറ്റിക്ക് അയച്ച് ഇത് നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കി ഈ ഏച്ചു കെട്ടിയ ഈ ബില്ല് കുറേ കൂടി നവീകരിച്ച് കുറേ കൂടി കേരളത്തിന് അനുസരണമായ രീതിയിൽ കൊണ്ടുവരണം.
പിന്നെ ഇതെല്ലാം നോക്കണം, എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇത് വന്നു കഴിയുമ്പോൾ കേരളത്തിൽ എത്ര സ്ഥാപനങ്ങൾ പൂട്ടിപ്പോവും, സർവകലാശാലകൾ ഉൾപ്പെടെ പൂട്ടിപ്പോവും. ഈ രീതിയിലാണ് ഈ നിയമം വരുന്നതെങ്കിൽ എന്ത് ക്യാമ്പസില്ലെങ്കിൽ പിന്നെ എന്ത് സർവകലാശാല? ക്യാമ്പസിൽ കുട്ടികളില്ലെങ്കിൽ എന്ത് സർവകലാശാല? ഇപ്പം തന്നെ കുട്ടികളില്ല അല്ലേ? എത്ര എഞ്ചിനീയറിംഗ് കോളേജ് പൂട്ടി കേരളത്തിൽ? നിരവധി കൂട്ടുവാണ്. എയ്ഡഡും അൺഎയ്ഡഡ് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എയ്ഡഡ് സ്ഥാപനങ്ങളിൽ കുട്ടികളില്ലാത്തതുകൊണ്ട് കോഴ്സുകൾ റദ്ദാക്കി. എനിക്കറിയാവുന്ന മധ്യ തിരുവിതാംകൂറിലൊരു കോളേജിൽ 4 ഇംഗ്ലീഷ് പ്രൊഫസർമാർ റിട്ടയർ ചെയ്തു. 4 ഇംഗ്ലീഷ് പ്രൊഫസർമാർ. പക്ഷെ വേക്കൻസി ഇല്ല. എന്താ കാര്യം? സ്റ്റുഡൻസ് ഇല്ല. ഇല്ലെങ്കിൽ 4 പേര് റിട്ടയർ ചെയ്യുമ്പോൾ 4 പുതിയ അധ്യാപകർക്ക് നിയമനം കിട്ടേണ്ടതാണ്. നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കോ. പ്രശസ്തമായ ക്യാമ്പസുകളിൽ പോലും പ്രശസ്തമായ കോഴ്സുകൾ, ഇപ്പം നമ്മളൊക്കെ പഠിക്കുമ്പോൾ 90% മാർക്കുണ്ടെങ്കിൽ മാത്രം മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്ന ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സുകളിൽ പോലും കുട്ടികളില്ല. പല PG കോഴ്സുകളും കട്ടിയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പൊതു സർവകലാശാലകളെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും ഈ സ്വകാര്യ സർവകലാശാലകൾ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നൊരു പഠനം നടത്തണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ധൃതി പിടിച്ച് പാസ്സാക്കാതെ ഒന്നുകൂടി നോക്കി ചെയ്യാം. അല്ലല്ല, അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? വൈസ് ചാൻസലർ തന്നെയല്ലേ? ആ വൈസ് ചാൻസലറെ മാറ്റിയിട്ട് ഈ വിദ്യാഭ്യാസ മന്ത്രി വൈസ് ചാൻസലറായ ഉള്ള സ്ഥിതി എന്തായിരിക്കും കേരളത്തിൽ? ഏത് ഗവൺമെൻറ് വന്നാലും അങ്ങനെ പാടില്ലല്ലോ. അതോടുകൂടി സർവകലാശാല ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഈ പരിപാടി? അല്ല, അങ്ങനെയെന്ന് പറയും ഇതുപോലത്തെ ഒരു ബില്ലല്ലോ പാസ്സാക്കേണ്ടത്. സ്വകാര്യ സർവകലാശാല എന്ന് പറയുന്നത് ഇൻ പ്രിൻസിപ്പിൾ ഞങ്ങളെതിരല്ല. പക്ഷെ ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നാൽ വരാൻ പോകുന്ന സ്വകാര്യ സർവകലാശാലയെ കുറിച്ച് ഞങ്ങൾക്ക് ഭയമാണ്. അതിന് ഞങ്ങൾ എതിരാണ്. ഒരു സംശയം വേണ്ട. ഇങ്ങനെ വന്നാലുള്ള സ്ഥിതി എന്തായിരിക്കും? മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു പ്രത്യേക അവസ്ഥ ഒന്നും കൂടി പഠിക്കണ്ടേ? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന ഈ അവസ്ഥ പഠിക്കണ്ടേ? ഇവർ പറയുന്നത് ഈ പുറത്തേക്ക് പോകുന്ന കുട്ടികൾ ഈ സർവകലാശാലയിൽ പഠിക്കുന്ന, പക്ഷെ പുറത്തേക്ക് പോകുന്ന കുട്ടികൾ പഠിക്കാൻ വേണ്ടി മാത്രമാണോ പോകുന്നത്? ആണോ? പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇന്ത്യയിൽ എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ട്. ഇന്ത്യയിൽ എത്രമാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഈ രാജ്യത്തിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ അസാമാന്യമായ റേറ്റിംഗ് ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലില്ലേ? അതിനുവേണ്ടിയിട്ടാണ് ജർമ്മനിയിലേക്കും കാനഡയിലേക്കും UK യിലേക്കും പോകുന്നത്. അവിടുത്തെ റേറ്റിംഗ് ഉള്ള സ്ഥലത്ത് പോയിട്ടാണ് അവർ പഠിക്കുന്നത്, ജോലിക്ക് വേണ്ടി പോവുക. അതുകൊണ്ട് ഈ സർവകലാശാല വന്നാൽ ഇവർ ഇവിടെ ചേർന്ന് അവിടെ പോവാതിരിക്കും എന്ന് പറയുന്നത് എനിക്ക് അതിനകത്തൊരു യുക്തി കാണുന്നില്ല. ശരിയാണോ? ബ്രെയിൻ ഡ്രെയിൻ്റെ കാരണം റേറ്റിംഗ് ഉള്ള സ്ഥാപനങ്ങൾ ഇല്ലാത്തതാണോ? അല്ലല്ലോ. ജോലിയും കൂടി തേടി പോവാണ്. ഏതെങ്കിലും കോഴ്സിന് പോവാം, കിട്ടുന്ന കോഴ്സിന് പോവാം. എന്നുവെച്ചാൽ എല്ലാവരും അല്ല, ചിലപ്പോൾ ഒരു 20% ആളുകൾ നല്ല റേറ്റിംഗ് ഉള്ള സ്ഥാപനത്തിൽ പോയി പഠിക്കുന്നത്. അത് പണ്ടും പഠിക്കുന്നുണ്ടല്ലോ, കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും എല്ലാം പഠിക്കുന്നുണ്ടല്ലോ പണ്ടും. ഇപ്പം അതല്ലല്ലോ. ഇപ്പം ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പോകുന്നതെന്ന് പോലും ആർക്കും അറിയത്തില്ല. പേര് പോലും കേൾക്കാത്ത യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുക. ഏതെങ്കിലും കോഴ്സിൽ പഠിച്ച് അവിടെ ഒരു ജോലി ശരിയാക്കി അവിടെ ഒരു പെർമനൻറ്റ് വിസ ശരിയാക്കാൻ ഉള്ള പോക്കാണ്. ആ കുട്ടികളെ നമുക്ക് ഇവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി കൊടുക്കാത്ത ഫീസും കൂടി വെച്ച് അവർ കിട്ടുമോ? അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്റ്റഡി, ഒരു ഇമ്പാക്റ്റ് സ്റ്റഡി വേണം. എന്നിട്ട് വേണം ബില്ല് കൊണ്ടുവരാൻ. അതുകൊണ്ട് ധൃതി പിടിക്കേണ്ട എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.